കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചതായി 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. അപകടം ചെരുപ്പെടുക്കാൻ സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാരും പ്രതിപക്ഷ പാർട്ടികളും. കൊല്ലം ജില്ലയിൽ നാളെ ABVP KSU വിദ്യാഭ്യാസ ബന്ദ്. അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. KSEBിക്കും സ്കൂൾ മാനേജ്മെന്റിനും വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ടിൽ മിഥുന്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി. കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം കൈമാറി. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി മന്ത്രിമാർ. വൈദ്യുതി മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും റിപ്പോർട്ട് തേടി. വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. സംസ്ഥാനത്ത് മഴ കനക്കും. 4 ദിവസത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള സർവകലാശാലയിൽ നിഴൽ യുദ്ധം. രജിസ്ട്രാർക്കെതിരെ മിനി ക്യാപ്പിനെ മുൻനിർത്തി വൈസ് ചാൻസലറുടെ അടുത്ത നീക്കം. രജിസ്ട്രാർ അനിൽകുമാറിനെ ഒഴിവാക്കി വീണ്ടും യോഗം. അക്കാദമിക് യോഗം വിളിച്ചത് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ. യോഗം അടുത്ത മാസം 14-ന്. നിവിൻ പോളിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്ത പോലീസ്. 1,90,00,000 രൂപ തട്ടിച്ചെന്ന പരാതി. സംവിധായകൻ എബ്രിഡ് ഷൈനെതിരെയും കേസെടുത്തു. കേസെടുത്തത് തലയോലപ്പറമ്പ് സ്വദേശി നൽകിയ പരാതി. തൃശൂർ പൂരം അലങ്കോലമാക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം. പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന മന്ത്രിയുടെ മൊഴി. ഗൂഢാലോചനയെ സഹായിക്കുന്നതായിരുന്നു പോലീസ് സമീപനം. പലതവണ വിളിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 16-കാരി ചികിത്സ ലഭിക്കാതെ മരിച്ചതായി പരാതി. മരിച്ചത് മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകൾ. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിക്ക് വെന്റിലേറ്ററും ബെഡും നൽകാതെ തിരിച്ചയച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന മകളെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഇറാഖിലെ ഷോപ്പിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ 61 മരണം. നിരവധി പേരെ കാണാനില്ലെന്ന റിപ്പോർട്ട്. കാണാതായവർക്ക് തെരച്ചിൽ. തീപിടുത്തമുണ്ടായത് 5 ദിവസം മുൻപ് തുറന്ന മാളിൽ.